ഹലോ, ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിനായിട്ട് കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് പാകത്തിന് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ, ഗരം മസാല, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു വരണം. അതിനായിട്ട് നമ്മൾ ഇതൊരു 1-2 മണിക്കൂറൊന്ന് നമുക്കൊന്ന് മാറ്റി വെച്ച് കൊടുക്കണം കേട്ടോ. അതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു പാലിലേക്ക് നമ്മൾ തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെള്ളമൊന്നും ചേർക്കാത്ത നല്ല കട്ടി തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനാണ്, അത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുകയാണേ. അപ്പോൾ ഇതിന് നമ്മൾ എണ്ണയൊന്നും വേറെ ചേർക്കുന്നില്ല, തേങ്ങാപ്പാലിൽ നിന്ന് തന്നെ ഇതിന് ആവശ്യത്തിനുള്ള എണ്ണ കിട്ടിക്കോളും കേട്ടോ. അപ്പോൾ ഇത് ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. എല്ലാ വശവും ഒന്ന് കുക്കായി വരണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഇടയ്ക്കൊന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്താണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നിർബന്ധമൊന്നുമില്ല, തേങ്ങാക്കൊത്തൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും ചിക്കൻ ഫ്രൈക്കകത്ത് കഴിക്കാൻ. അപ്പോൾ അത് ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി കുറച്ച് പെരിഞ്ജീരകം, അത് ഞാനിപ്പോൾ ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ വറ്റി തുടങ്ങി, എണ്ണ കുറേശ്ശെ തെളിഞ്ഞ് വരുന്നുണ്ട്. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരണം. ഇപ്പം വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി ഒരു ചെറിയ തീയിലിട്ട് നമ്മൾ പയ്യൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. വേറെ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ തന്നെ ആവശ്യത്തിനുള്ള എണ്ണയുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ, കഴിക്കാനൊക്കെ നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.